തെറ്റി വളരെ നേരത്തെ ആരംഭിക്കേണ്ടതായിരുന്നു. പ്രവർത്തകരുടെ ബാഹുല്യമുണ്ടായി. നമ്മുടെ ബ്ലോക്കുകളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടായി. പക്ഷെ നമുക്ക് വലിയ ആത്മവിശ്വാസവും ആവേശമാണ്. വലിയ ആവേശം നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കുന്നു. കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കുന്നു. മഴ മാറി, കറുത്ത മേഘം നീങ്ങി, വെളുത്ത വെയിൽ വന്നിരിക്കുന്നു. വലിയ ആവേശമാണ്. പ്രിയപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. KPCCയുടെ പ്രസിഡന്റാണ് ജാഥയെ ആശീർവദിച്ച് പറഞ്ഞയച്ചത്. പ്രിയപ്പെട്ട AP അനിൽകുമാർ MLA ഉൾപ്പെടെ, ഹമീദ് മാഷ് ഉൾപ്പെടെ, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെ, PC വിശ്വനാഥ് MLA ഉൾപ്പെടെ, ജബി മേത്തർ MP ഉൾപ്പെടെ, പ്രിയപ്പെട്ട അൻവർ സാദ് ഉൾപ്പെടെ, റോജി M ജോൺ ഉൾപ്പെടെയുള്ള നമ്മുടെ VK ഫിറോസ് ഉൾപ്പെടെ, TP അഷ്റഫ് അലി ഉൾപ്പെടെ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം MLA ഉൾപ്പെടെയുള്ള നിരവധിയായ നേതാക്കന്മാർ 3 കിലോമീറ്റർ നടന്നു തന്നെയാണ്. നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ഇത്ര ദീർഘ നേരം നടന്നുള്ള റോഡ് ഷോ നമ്മുടെ നേതാക്കന്മാർ നയിച്ചിരിക്കുകയാണ്. അവരെല്ലാവരെയും അഭിവാദ്യങ്ങൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി, പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, ഈ റോഡ് ഷോയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കും. നേതാക്കളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട AP അനിൽകുമാർ, VS ജോയ്, ഹമീദ് ഖാൻ, മറ്റു എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശം UDF-ന് എനിക്ക് ഒരു വലിയ കരുത്തും ശക്തിയുമാണ് തരുന്നത്. ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായ പ്രശ്നമല്ല. 9 വർഷക്കാലമായി കേരളം അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് കേരളം മുഴുവൻ പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതിന് സാധിക്കും എന്ന് ഓരോ പരിപാടികളും തെളിയിച്ചുകൊണ്ടിരിക്കും. നേരത്തെ ജോയി പറഞ്ഞതുപോലെ ഒരു 25 ദിവസമായി നീണ്ടുനിന്ന മഴ, ആ മഴ ഒന്ന് നീങ്ങി നമുക്ക് നല്ല വെളിച്ചം. ഒരു സംശയം വേണ്ട, ഈ വെളിച്ചം ഈ കേരളത്തിനുള്ള വെളിച്ചമാവും. ഈ നിലമ്പൂരിൽ നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം, ഒരു സംശയം വേണ്ട, ഞാൻ ഇവിടെ ജനിച്ചവനാണ്, ഇവിടെ ജീവിക്കുന്നവനാണ്, എൻ്റെ അന്ത്യവും ഈ മണ്ണിൽ തന്നെയാണ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഈ നോമിനേഷൻ കൊടുക്കാൻ സമയമൊക്കെ ദീർഘിച്ചു. പറഞ്ഞ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. എന്തായാലും വളരെ വേഗം അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് നമ്മുടെ വിധി കാത്തിരിക്കുകയാണ് കേരളം മുഴുവൻ എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഒരുമിച്ച് ഒന്നായി നിന്നാൽ ഒരു ചരിത്ര ഭൂരിപക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വോട്ടുകൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളുടെ വോട്ടുകൾ, അയൽവക്കത്തെ വോട്ടുകൾ, നമ്മുടെ നാടിലെ എല്ലാവരും ഇന്ന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.